ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ വിവാഹം കഴിഞ്ഞ് വെറും 39-ാം ദിവസം 19-കാരിയായ യുവതി ജീവനൊടുക്കിയത് ഭർത്താവിന്റെയും ഭർതൃവീട്ടുകാരുടെയും അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങളെ തുടർന്നാണെന്ന പരാതിയുമായി കുടുംബം രംഗത്ത്. ആലപ്പുഴ പുന്നപ്ര വലിയ പറമ്പ് നൌഫൽ മനസ്സിൽ മുഹമ്മദ് നൌഫലിന്റെ ഭാര്യ ഫാത്തിമയാണ് മരിച്ചത്. സംഭവത്തിൽ ഫാത്തിമയുടെ ഭർത്താവ് മുഹമ്മദ് നൌഫൽ, ഭർതൃമാതാവ് റുമൈലത്ത്, ഭർത്താവിന്റെ സഹോദരി ഭീമ എന്നിവർക്കെതിരെ കുടുംബം തൃക്കുന്നപ്പുഴ പോലീസിൽ പരാതി നൽകി. തൃക്കുന്നപ്പുഴ പാനൂർ കൊല്ലന്റേഴത്ത് അബ്ദുൾ നാസറിന്റെ മകളായ ഫാത്തിമയും പുന്നപ്ര സ്വദേശി മുഹമ്മദ് നൌഫലും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ഏപ്രിൽ 19-നായിരുന്നു നടന്നത്. തുടർന്ന് മെയ് 28-ന് രാത്രിയിൽ പാനൂരിലെ സ്വന്തം വീട്ടിൽ ഫാത്തിമയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബക്രീദ് ആഘോഷങ്ങളുടെ ഭാഗമായി ഭർത്താവ് നൌഫലിനൊപ്പമാണ് ഫാത്തിമ സ്വന്തം വീട്ടിലെത്തിയത്. എന്നാൽ അവിടെ വെച്ച് ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്ന് നൌഫൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിന് പിന്നാലെ ഫാത്തിമ ഭർത്താവിനെ ഫോണിൽ ബന്ധപ്പെടാൻ നിരന്തരം ശ്രമിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഭർത്താവ് നൌഫലിന്റെ ഫോൺ കോൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഫാത്തിമ ആത്മഹത്യ ചെയ്തതും. മരണസമയത്ത് ഫാത്തിമ ഗർഭിണിയായിരുന്നു എന്നതും സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. വിവാഹത്തിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ ഭർത്താവും ഭർതൃവീട്ടുകാരും ചേർന്ന് ഫാത്തിമയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് സഹോദരൻ നൌഫൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഫാത്തിമയ്ക്ക് മുടി കുറവാണെന്ന് പറഞ്ഞ് നിരന്തരം അധിക്ഷേപിച്ചിരുന്ന ഇവർ വീട്ടിൽ വച്ചും പൊതുസ്ഥലങ്ങളിൽ ട്രെയിനിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ പോലും മറ്റുള്ളവരുടെ മുന്നിലിട്ട് യുവതിയെ ശകാരിക്കുകയും അപമാനിക്കുകയും ചെയ്യുമായിരുന്നു. കൂടാതെ ഫാത്തിമയ്ക്ക് ബാധയുണ്ടെന്നാരോപിച്ച് ആലപ്പുഴയിലുള്ള ഒരു ഉസ്താദിന്റെ അടുക്കൽ നിർബന്ധിത ചികിത്സയ്ക്ക് കൊണ്ടുപോയതായും പരാതിയിലുണ്ട്. വിവാഹ സമയത്ത് ഫാത്തിമയുടെ കുടുംബം 11.5 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ നൽകിയിരുന്നു. എന്നാൽ സ്വർണം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് ഭർതൃമാതാവും സഹോദരിയും ആക്ഷേപിക്കുകയും അത് യഥാർത്ഥ സ്വർണമാണോ എന്ന് ഉറപ്പുവരുത്താൻ ആഭരണങ്ങൾ ഉരച്ചു നോക്കി അപമാനിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഭർത്താവ് നൌഫലിന് മറ്റൊരു യുവതിയുമായി ബന്ധമുള്ള കാര്യം ഫാത്തിമ അറിഞ്ഞു. ഇത് ചോദ്യം ചെയ്തതിന് ഫാത്തിമയെ പുലർച്ചെ 2 മണിക്ക് ഭർതൃവീട്ടിൽ നിന്നും നൌഫൽ പുറത്താക്കി. ആലപ്പുഴയിലെ ഒരു കടയിലെ സാധാരണ ജീവനക്കാരനായ നൌഫൽ കട തന്റെ സ്വന്തമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വിവാഹം കഴിച്ചതെന്നും പിന്നീട് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിക്കുന്നത് പതിവാക്കിയെന്നും കുടുംബം ആരോപിക്കുന്നു. മത്സ്യത്തൊഴിലാളിയായ ഫാത്തിമയുടെ പിതാവിന്റെ തൊഴിലിനെ മുൻനിർത്തി ഭർതൃവീട്ടുകാർ കടുത്ത സാമൂഹിക അധിക്ഷേപങ്ങൾ നടത്തിയിരുന്നതായും കുടുംബം പോലീസിനോട് പറഞ്ഞു. സംഭവത്തിൽ തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കാസർഗോഡ് പള്ളപ്പാടിയിൽ ഭർതൃവീട്ടിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. കർണാടക പുത്തൂർ സ്വദേശി സെറീനയാണ് ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർതൃമാതാവിനെതിരെ ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നു. കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ ഭർതൃമാതാവിന്റെ മാനസിക പീഡനം ഉണ്ടായിരുന്നു എന്ന് യുവതിയുടെ കുടുംബം പറഞ്ഞു. ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന സെറീനയെ പള്ളപ്പാടിയിലെ വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആൾക്കാരുടെ മുന്നിൽ അപമാനിക്കാറുണ്ടെന്നും പരാതിയുണ്ട്.